ഒന്ന് അന്വേഷിക്കും. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക വേറെ ചോദ്യം അല്ല, അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ ഞാനിവിടെ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, മീറ്റ് ദ പ്രസ്. മനസ്സിലായി? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയയും കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോ ആണ്. ഇങ്ങോട്ട് പറഞ്ഞ് കേൾക്കണം. എന്നിട്ട് ഒരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5ഉം 10ഉം പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ്സാണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ എന്നാണ്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയില്ല പറഞ്ഞു. വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല. അതാണ് തന്ത്രം. ശബരിമല കൊള്ളയിൽ ഇപ്പോൾ നടപടി സർക്കാർ നടപടി എടുക്കുന്നില്ല. എന്താണ് ഇനി UDF അല്ലെങ്കിൽ കോൺഗ്രസ്? അല്ല, ഞങ്ങൾ അതിന് സമരവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഒരു കാലയളക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ്, അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും. അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടിട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി കക്കാൻ വേണ്ടി 2024 ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതാണ് ഗൗരവമായ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കൊട പിടിച്ചു കൊടുത്തുണ്ട് ഇത്രയും ഒരു മോഷണം. അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം UDF. പ്രതീക്ഷ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇപ്പം UDFൻ്റെ ശക്തി കേന്ദ്രമാണ് പടന്ന പഞ്ചായത്ത്. ഒരുപക്ഷെ DC പ്രസിഡന്റ് തൊട്ടടുത്ത് പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് BJP